ഹായ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അശ്വതി അച്ചു എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ വീട്ടിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇട്ടു, പോസ്റ്റ് ചെയ്തു. ഇന്നൊരു 8:30-9 മണിയായപ്പോൾ അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സുചേച്ചി, ഒരിക്കലും ഞാൻ സുചേച്ചിയോട് നന്ദി ഞാൻ മറക്കൂല, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാകും, ചേച്ചിയോട് ഭയങ്കര നന്ദിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് നന്ദിയൊന്നും പറയേണ്ട മോനെ. അപ്പോൾ ഞാൻ ചേച്ചി എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. പക്ഷേ ഇൻസ്റ്റയിലായിട്ട് എവിടേക്കോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാകെ ഓരോ ആൾക്കാർ 200 രൂപ 300 രൂപ അല്ലെങ്കിൽ കൂടിപ്പോൾ 20 രൂപ 10 രൂപ അങ്ങനെയൊക്കെ വെച്ചാണ് എനിക്ക് പിരിച്ച് കിട്ടിയിരുന്നത്. പക്ഷേ സൂചേച്ചി വന്ന് എനിക്ക് ഇങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്തത് കൊണ്ട് എനിക്ക് 1000, 2000, 5000 ഒക്കെ വെച്ച് പൈസ വീഴുന്നുണ്ട്. ആ കൊച്ചെന്നെ വിളിച്ച് പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ പറഞ്ഞ സത്യം വന്ന് മനസ്സിലാക്കിയിട്ട് ആ കുഞ്ഞിന് പൈസ ഇട്ട് കൊടുത്ത എല്ലാവരോടും ഞാൻ കൈകൂപ്പി ആദ്യം നന്ദി പറയുകയാണ്. പിന്നെ അതോടുകൂടി അതിൻ്റെ അസുഖം മാറട്ടെ എന്ന് ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഞാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം ഞാനൊരു ദിവസം ഇങ്ങനെ മഴയിൽ മനോരമ ഇരിക്കുന്ന സമയത്താണ് ആ കുഞ്ഞിൻ്റെ വീഡിയോ ഞാനിങ്ങനെ കാണാൻ ഇടയായത്. പക്ഷേ നേരത്തെയൊക്കെ ആ കൊച്ചിനെ ഞാൻ ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അന്നേ അത് നല്ല ആക്റ്റീവ് ഡാൻസൊക്കെ കളിക്കുന്നതൊക്കെ നല്ല പവറിലൊക്കെ ഡാൻസ് കളിക്കും, അങ്ങനത്തെ കൊച്ചായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ എനിക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ പോകുക. അപ്പോൾ ഞാൻ ചേട്ടാ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ നമുക്കൊന്ന് പോകണ്ട, ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനൊരു അവസ്ഥയെ വരുന്നിട്ട് നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് സഹായിക്കാം, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം നമുക്കൊരു വ്ളോഗ് ചെയ്യാം. വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരാണേലും അതിനെ സഹായിക്കുന്നത് സഹായിക്കട്ടെ ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും വേണ്ട നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ചെല്ലുകയും ആ കൊച്ചിനെ എന്നെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ ഏതാണ്ട് ഭയങ്കര ഇങ്ങനെ വിറക്കിയായിരുന്നു അത് അവിടെ ഇരുന്നിട്ട് ഞാൻ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ. സ്നേഹം കൊണ്ടായിരിക്കും കേട്ടോ. ഇത് ഒത്തിരി സന്തോഷമായി ആ കുഞ്ഞിൻ്റെ അടുത്ത് പോകാൻ പറ്റിയതും. അതിന് സൂചി മേടിക്കാൻ 10,000 രൂപയായിരുന്നു പറഞ്ഞു. അതൊക്കെ ആയി ചേച്ചി ഞാൻ സൂചി മേടിക്കാൻ പോവുകയാണെന്നൊക്കെ അതെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സഹായിക്കാൻ കുറച്ച് മനസ്സ് കാണിച്ച് എല്ലാവരോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്നത് അവിടെ ചെന്നപ്പോഴാണ് ഞാനിങ്ങനെ അറിയണത് അതിന് അച്ഛനും അമ്മയും ഇല്ല, ഒരു അച്ഛമ്മ മാത്രമാണുള്ളത്. അതുകൊണ്ടായിട്ട് ഇങ്ങനെ അച്ഛനൊക്കെ അമ്മയൊക്കെ പോയതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എല്ലാവരും മറ്റൊന്നും അങ്ങനെ കുഞ്ഞുങ്ങൾ ഉപേക്ഷിച്ച് പോകില്ല കേട്ടോ. പക്ഷെ പോകാത്ത ആൾക്കാരുണ്ട്. എത്ര കഷ്ടപ്പാടാണെങ്കിലും പോകാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഒരു മാമനും അമ്മായി ഉണ്ട്. അതിൽ മാമൻ ഭയങ്കര കുടിയനായിരുന്നു. കുടിയനാണേലും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക, ഇടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഞാനും ചേട്ടായും കൂടി കല്യാണം കഴിഞ്ഞ സമയത്ത് മാമൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ചെന്ന് കയറിയപ്പോഴത്തേക്കും മാമി ഭയങ്കര ഈ നൈറ്റിയൊക്കെ നല്ല ഫ്രില്ലുള്ള നൈറ്റിയൊക്കെ ഇട്ട് ഫുൾ വളയും കമ്മലൊക്കെ ഫുൾ സെറ്റപ്പിൽ ഒരുങ്ങി പൊട്ടക്കൂത്തെല്ലാം മിടുക്കി സുന്ദരിയായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ചിക്കനൊക്കെ കറി വെച്ച് നല്ല ഭക്ഷണമൊക്കെ റെഡിയൊക്കെ തന്നു. ഞങ്ങളിതെല്ലാം തിന്ന് അടിപൊളിയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞൊരു 2 മണി 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മാമിയുടെ മൈൻഡൊക്കെ മാറി. ഒരു 4, 4, 5 മണിയോട് അടുത്തപ്പോഴത്തേക്കും മാമി എന്നാ ഇത് ഇട്ടിരുന്ന നൈറ്റിയെല്ലാം അങ്ങോട്ട് ഒരു കീറിപ്പറയ നൈറ്റിയൊക്കെ എടുത്തിട്ട് കമ്മല് മലയൊക്കെ ഊരി വെച്ച് ഫുൾ സെറ്റപ്പ് ഇങ്ങനെ അമ്മച്ചിമാർ മുടി കെട്ടുമ്പോൾ ഇവിടെ കയറ്റി മുടിയെല്ലാം കെട്ടി വെച്ച് സെറ്റായിരിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കഷമൊക്കെ കീറി ഈ തോളൊക്കെ കീറി. അപ്പോൾ ചേട്ടാ എൻ്റെ അടുത്ത് വന്നു ചോദിച്ച്, അല്ലടി പെണ്ണേ ഇതെന്ത് വൃത്തികേടാണ് നിൻ്റെ മാമി കാണിക്കുന്നത്, ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇത്ര തരാനും മര്യാദയ്ക്ക് ഇവിടെ നിന്നതായിരുന്നല്ലോ, ഇപ്പോൾ ഓടിച്ചെന്ന് ഈ വൃത്തികേട് കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. കാണിക്കുന്നത് ഞാനൊരാൾ ഇവിടെ ഉണ്ടെന്ന് വേണം ചിന്ത വേണ്ടേ, ചെന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ അവിടെ ഡ്രസ്സ് മാറ്റിയിടാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഓർത്ത് ദൈവമേ ശരിയാണല്ലോ, ഇതെന്ത് വൃത്തിയാണ് ഈ അമ്മായി കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്, അതൊന്ന് മാറ്റിയിടാൻ പറയണ്ടെന്ന് ഓർത്ത് ഞാൻ ചെന്ന് വെച്ച് ഞാൻ പറഞ്ഞാൽ എന്ത് വൃത്തിയാണ് നീ കാണിക്കുന്നത്, ഈ രതീഷേട്ട ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് വൃത്തിയാണ് കാണിക്കുന്നത്, നല്ല ഡ്രസ്സ് എടുത്ത് അമ്മായി എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ചേട്ടായിയുടെ അടുത്ത് വന്നിച്ച് മോനെ രതീഷേ ചേട്ടായി വിളിയോട് പറഞ്ഞേ നീ വേറെ ഒന്നും വിചാരിക്കരുത്, മാമി ഈ അടുക്കളപ്പണിക്കൊക്കെ പോയും ഒക്കെ ആണല്ലോ കഴിയുന്നത്, അപ്പോൾ അമ്മായിക്ക് അധികം ഡ്രസ്സൊന്നും ഇല്ലടാ, അപ്പോൾ 3-4 നൈറ്റിയേ ഉള്ളൂ, അതുകൊണ്ടാണ് അമ്മായി കീറിയ നൈറ്റി എടുത്തിട്ടേക്കുന്നതെന്ന് പറഞ്ഞു. ചേട്ടാക്ക് ഇത് എന്താ കത്തിയില്ല. അപ്പോൾ ചേട്ടാ എൻ്റെ അടുത്ത് എടുത്ത് ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു അതിന് അമ്മായി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അമ്മായി പറയാം അതേ മാമൻ കള്ളും കുടിച്ച് 4 കാലം അടിച്ച് കോൺ തെറ്റി ഇങ്ങോട്ട് വന്ന് എന്നെ എടുത്തിട്ട് അലക്കുന്ന സമയത്ത് നൈറ്റ് കീറിപ്പോകാതിരിക്കാൻ വേണ്ടി വർക്കിംഗ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതാണെന്ന്, ഇടി മേടിക്കാനായിട്ട് വർക്കിംഗ് ഡ്രസ്സ് വരയിട്ട്
ഇടി മേടിക്കുന്ന അമ്മായിയുള്ള ഫാമിലിയിൽപ്പെട്ട ആളാണ് ഞാൻ. കാരണം ഇടി മേടിക്കാൻ വർക്കിംഗ് ഡ്രസ്സ് കമ്മല് മലയൊക്കെ എപ്പോഴും മേടിക്കാൻ പറ്റും, പൊട്ടി പോകത്തില്ല. ഇത് ഗോൾഡ് കവറിങ് സാധനം. ഒരു മാലയ്ക്ക് 350 രൂപ കൊടുക്കണം, ഒരു കമ്മലിന് 250 രൂപ കൊടുക്കണം. ഈ ഡെയിലി ഇത് മാറാൻ പറ്റുമോ? ഡെയിലി പുള്ളി ഇടി മേടിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. എന്നിട്ട് ഈ വർക്കിംഗ് ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഈ എവിടെയായാലും ടൂർ പോകുമ്പോൾ ജോലിക്ക് യൂണിഫോം ഇടുമ്പോൾ അമ്മായി ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ ഇടി മേടിക്കാനായിട്ട് വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ജീവിച്ചിട്ടും മക്കളെ ഉപേക്ഷിച്ച് പോകാതെ നല്ല സന്തോഷമായിട്ട് ഉള്ള ഭർത്താവില്ലെങ്കിൽ പോടാ പുല്ലേ ഞാൻ എൻ്റെ മക്കളെ വളർത്തുമെന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അമ്മമാരുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ സാക്ഷിയാണ് എൻ്റെ അമ്മച്ചി. അങ്ങനെ വളർത്തുന്ന അമ്മമാരുണ്ട്. പക്ഷെ ആ സ്ഥാനത്തൊരു ഇങ്ങനൊരു കഥ ട്വിസ്റ്റ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ചെന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോയിലൊക്കെ അത് കാണിക്കട്ടെ, നമുക്ക് നെഞ്ചു പൊട്ടി തകർന്ന് കരഞ്ഞാണ് ഞാൻ അവിടെ പോരുന്നത്. അതിനെന്നെ കണ്ടപ്പോഴത്തേക്കുള്ള സന്തോഷവും സങ്കടവും വീർപ്പുമുട്ടലൊക്കെ അത് കാണണ്ടായിരുന്നു. സത്യം പറയാം, അത് എന്നെ പറയാം. അതൊക്കെ ആ കുഞ്ഞിൻ്റെ അമ്മ അതിനോട് കാണിക്കുന്ന അച്ഛന്മാർ പിന്നെയും പോട്ടെ എന്ന് ഞാൻ വെക്കും. പക്ഷേ അമ്മമാരങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അത് എന്നെ ആളും ഞാനിത് കൂടുതലും കൂടി ഈ വീഡിയോ അതിനെപ്പറ്റി പറയാൻ വന്നത് വേറെ ഒന്നും ചോദിച്ചാൽ അതിന് ഒത്തിരി സന്തോഷം, അതിനെ ഒത്തിരി നന്ദി വോയിസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ എടുത്ത് നിങ്ങളെ കേൾപ്പിക്കണ്ടല്ലോ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഒത്തിരി വീഡിയോസ് ഓൺ വോയിസ് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അമ്മമ്മയാണേലും വിളിച്ചിട്ട് ഒത്തിരി നന്ദി പറഞ്ഞു. മോളെ നീ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ടാവും, ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു ഓർത്തേ ഇല്ലായിരുന്നു. സൂചി എല്ലാം മേടിച്ചു, ഇന്ന് പോയി മേടിക്കാൻ പോവുകയാണ് അമ്മമ്മ, അപ്പോൾ എല്ലാം ചെയ്യാൻ പോവുകയാണ്, നിന്നോട് ഒത്തിരി നന്ദിയുണ്ട്, നിനക്ക് നിൻ്റെ കുടുംബത്തിന് ഐശ്വര്യം വരുവുള്ളെന്ന് പറഞ്ഞിട്ട് ആ അച്ചാമ്മ എൻ്റെ നെറുകയിൽ അനുഗ്രഹിച്ചാണ് അവിടെ തന്നെ പറഞ്ഞു വിട്ടത്. അതിൽ ഒത്തിരി നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഞാനപ്പോൾ വിചാരിച്ച് വേറൊന്നുമില്ല, ദൈവം ഞാനിങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്ക് ദൈവം വേറൊരു വഴി കൂടി എന്തെങ്കിലും ഒരുമായിട്ട് എനിക്ക് കിട്ടും എന്നൊരു ഉറപ്പിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്തത്. അതുപോലെ എനിക്ക് കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സുധി അരവയറും വെച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ പോയല്ലോ, ആ മനസ്സിന് നന്ദിയെന്ന് പറഞ്ഞു. ഞാൻ അത്ര വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് ഈ വഴി അല്ലെങ്കിൽ ദൈവം വേറൊരു വഴി എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എന്നാലും അത് ആ കൊച്ചിന് അങ്ങനെ ഒരു സന്തോഷം അതിനെ വിളിച്ചറിയിച്ചപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം. ആ ഒരു സന്തോഷം ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ എന്നെ നന്ദിയും പറയണ്ട, നന്ദിയൊന്നും പറയണ്ട, നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്താൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നതും. എന്നെ ഉണ്ട് എന്നാ ചേച്ചി തവളയോ? തവളയല്ലോ, മാക്കറി മാക്കറിയാണോ? അയ്യോ സത്യം പറഞ്ഞാൽ മാക്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ മാക്രി എന്നുള്ള പേര് ഞങ്ങളൊക്കെ തവളാന്നാണ് പറഞ്ഞത്. ഈ മാക്രി എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓർക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഞാനും ചേട്ടായും പിള്ളേരെല്ലാം കൂടി ഞങ്ങൾ വീട്ടിൽ ചെന്നു. അപ്പോൾ ആങ്ങളെ മാക്രി എന്ന് കൊച്ചു പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഈ കഥ ഓർത്തത്. ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി രണ്ടെണ്ണമൊക്കെ മേടിച്ച് മിനിങ്ങിയൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ഫ്ലോറിൽ പറഞ്ഞു, ഞങ്ങളവിടെ ചെന്ന സമയത്ത് ചേട്ടായോട് ചെറുതൊക്കെ മേടിച്ച് അടിച്ചിട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ആങ്ങളുടെ കൊച്ചിങ്ങനെ പഠിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് താത്തറ പപ്പന തത്തവള എന്ന് പറഞ്ഞ് പഠിക്കുക. അപ്പോൾ ചേട്ടായി അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും തവളയെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓടി വെച്ചും പിന്നെ ചോദിച്ചു, ആ തവളയുടെ മേലെ കൈ കൊണ്ടുവച്ചും ചോദിച്ചു, ഇതെന്താടി ഒന്നുകൂടെ വായിക്കുന്നു പറഞ്ഞു. അപ്പോൾ കൊച്ചി പിന്നെയും പറഞ്ഞു തവളയെന്ന്. ചേട്ടായി ഈർക്കി കിടന്നു ഒറ്റയാടി. എന്നിട്ട് ഉടനെ ഇതേ ചൂണ്ടി വെച്ചും പറയാണ്, ഇത് തവളയല്ലടി മാക്രി, മാക്രിയാണെന്ന്. മര്യാദയ്ക്ക് പഠിച്ച കൊച്ചിനെ പറയാ തവള അല്ലത് മാക്രിയാണെന്ന്. അങ്ങനത്തെ മനുഷ്യനാണ് ഈ മനുഷ്യൻ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇതിൽ ഇപ്പോൾ എന്ന് പറയാനുള്ളത്. എന്നുവെച്ചാൽ ഒത്തിരി ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉപകാരം ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. ഇനിയും എന്നിൽ നിന്ന് ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളോട്ട് എനിക്ക് ചെയ്യാൻ പറ്റണ ദൈവമേ. പിന്നെ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇനിയും എനിക്ക് ഇങ്ങനെയുള്ള കാരുണ്യപ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടാനും ഓരോരുത്തർക്കും എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യണം എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്നോർത്ത് ഞാൻ പ്രാർത്ഥനയോടെ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആരും കാണാത്തവരുണ്ടെങ്കിൽ ആരും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. താങ്ക് യു.